നമസ്കാരം. ഇന്ന് രാവിലെയാണ് പ്രശസ്ത വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ ജോർജ് പി എബ്രഹാമിന്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തെ മരിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ ഫാം ഹൌസിൽ കാണപ്പെടുകയായിരുന്നു. എന്താണ് അദ്ദേഹത്തെ പെട്ടെന്ന് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച വസ്തുത എന്താണെന്ന ചോദ്യം ഉയരുമ്പോഴും അതിൽ ദുരൂഹതയില്ല എന്നുള്ള ഫുൾ സ്റ്റോപ്പ് മരിച്ച മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പോലീസ് വ്യക്തമാക്കുകയാണ്. ആത്മഹത്യയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ആത്മഹത്യയാണ് എന്ന് പോലീസ് പറയുമ്പോൾ എന്താണ് അതിന് പിന്നിലെ കാരണമെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അടുത്ത കാലത്തായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടറെ അലട്ടിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ്. കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ആത്മഹത്യാക്കുറിപ്പിനെ അടിസ്ഥാനമാക്കിയാണ് പോലീസ് ഇക്കാര്യം പറയുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ആത്മഹത്യാക്കുറിപ്പ് സ്വന്തം കൈപ്പടയിൽ എഴുതി അദ്ദേഹം തന്നെ എഴുതിയതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ മറ്റെന്തെങ്കിലും ഇവിടെ അസ്വാഭാവികമായി എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും ചോദ്യങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ CCTV ദൃശ്യങ്ങളിലും കയറെടുത്തുകൊണ്ട് അദ്ദേഹം ടെറസിലേക്ക് പോകുന്നത് ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇന്നലെ വൈകിട്ട് സഹോദരനൊപ്പമാണ് നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള ഈ തുരുത്തിശ്ശേരിയിലെ സ്വന്തം ഫാം ഹൌസിലേക്ക് ജോർജ് പി എബ്രഹാം എത്തിയത്. സഹോദരനെ പറഞ്ഞുവിട്ടതിന് ശേഷമാണ് ഡോക്ടർ ജോർജ് ജീവൻ ഒടുക്കിയത്. ഇന്നലെ രാത്രി ഏറെ വൈകി എറണാകുളത്തെ ഫാം ഹൌസിലാണ് ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിലെ വൃക്കരോഗ വിഭാഗം സീനിയർ സർജനായിരുന്നു. ഡോക്ടറുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അസുഖങ്ങൾ അലട്ടിയിരുന്നതായും ജോലിയിൽ ശ്രദ്ധ ചെലുത്താനാവുന്നില്ല എന്നുമാണ് ഡോക്ടറുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. 6 മാസം മുമ്പ് നട്ടലിന് ശസ്ത്രക്രിയ ചെയ്തിരുന്നു. ഇതിനുശേഷം കൈക്ക് വിറയൽ അനുഭവപ്പെട്ടു തുടങ്ങി. സർജൻ എന്ന നിലയിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ അലട്ടുന്നു എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നാണ് കുറിപ്പ് കണ്ടെത്തിയത്. കയറുമായി ടെറസിലേക്ക് കയറിപ്പോകുന്ന CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തി. തന്റെ ഡോക്ടർ പ്രൊഫഷനുമായി എത്രത്തോളം അടുത്തു നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് വ്യക്തമാക്കുന്നതാണ് ഡോക്ടറുടെ ഈ കുറിപ്പ്. ശസ്ത്രക്രിയകൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയതോടുകൂടിയാണ് അദ്ദേഹം ജീവനെടുത്തത്. ഇന്നലെ വൈകിട്ട് സഹോദരനൊപ്പമാണ് നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള തുരുത്തിശ്ശേരിയിൽ സ്വന്തം ഫാം ഹൌസിലേക്ക് ജോർജ് പി എബ്രഹാം എത്തിയത്. രാത്രി ഫാം ഹൌസിൽ ഒറ്റയ്ക്ക് തങ്ങാൻ തീരുമാനിച്ച ഡോക്ടർ സഹോദരനെ പറഞ്ഞയക്കുകയായിരുന്നു. പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 3300 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയ ഡോക്ടർ ജോർജ് പി എബ്രഹാം ലേക്ക് ഷോർ ആശുപത്രിയിലെ യൂറോളജി ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റ് തലവനും സീനിയർ കൺസൾട്ടന്റുമാണ്. സംസ്ഥാനത്ത് ഏറ്റവും അധികം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ആളുകൂടിയാണ് അദ്ദേഹം. അബ്രഹാം അറിയപ്പെടുന്നത് സംസ്ഥാനത്ത് ഏറ്റവും അധികം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ആൾ എന്ന നിലയിലാണ്. 25 വർഷത്തിനിടയിൽ വ്യക്തിഗതമായി 2500-ലധികം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന ദാതാവിന് ലാപ്രോസ്കോപ്പിക് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കേരളത്തിലെ ആദ്യത്തെ കടാവർ ട്രാൻസ്പ്ലാന്റ്, അതുപോലെ തന്നെ PCNL, ലാബ്ഡോളർ നെഫ്രട്ടമി, 3D ലാപ്രോസ്കോപ്പി എന്നിവയും ഡോക്ടർ ജോർജ് പി എബ്രഹാം നടത്തിയിട്ടുണ്ട്. ഡോക്ടറുടെ മരണത്തെ ഞെട്ടലോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ശിഷ്യന്മാരും അറിയുന്നത്. സ്നേഹനിധിയായ ഗുരുവിനെ നഷ്ടമായെന്ന മനോവിഷമത്തിലാണ് ജൂനിയർ ഡോക്ടർമാരും ഉള്ളത്. ബ്രഹ്മപുരത്താണ് ഡോക്ടർ ജോർജ് പി എബ്രഹാം ജനിച്ചു വളർന്നത്. എന്തായാലും ഇൻഫോപാർക്ക് F2-വിനടുത്തുള്ള ചെറുതോട്ടുകുന്നിൽ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് നടക്കുന്നത്.